ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ചായിട്ടോ വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട് മക്കൾക്ക് എക്സാമും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഡിലേ ആയതാണ്. അപ്പോൾ ഇതിൽ കുക്കിങ്ങും ഷോപ്പിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഉച്ചക്കലത്തുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. തേങ്ങ അരച്ചിട്ടുള്ള ഒരു സിമ്പിൾ മീൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ റെസിപ്പിയും ജസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണയിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഒരു പകുതി സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊണ്ടുവരാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി, പിന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഇനി അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പകുതി തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പകുതി തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് മൂടി വെച്ചിട്ട് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അയില മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മാങ്ങ കൂടെ എടുത്തിട്ടുണ്ട്. മാങ്ങയും കൂടെ ഈ ഒരു ടൈമിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് മാങ്ങ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ മാങ്ങ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് മാങ്ങ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മീനിൻ്റെ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രാജ്പുരി മാങ്ങയാണ് കേട്ടോ. അപ്പോൾ യു എയിലുള്ളവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ലുലുവിലൊക്കെ മാംഗോ ഫെസ്റ്റിവൽ നടന്നിരുന്നു. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. നോക്കുമ്പോൾ ഇത് കാണുമ്പോൾ പഴുത്താന്ന് വിചാരിച്ചത്, പക്ഷേ നോക്കിയപ്പോൾ ഇത് വാടിയ പോലെ ഉണ്ട്, നല്ല പുളിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മീൻകറിലോട്ട് ചേർത്തത്. ഇനി അവസാനമായിട്ട് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ആ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. ഇനി ഈ കറി ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറിയുടെ പണി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കറിയൊക്കെ നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. ഇനി ഒരു സിമ്പിൾ കാബേജ് തോരനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച കാബേജ് ചേർത്ത് കൊടുക്കണം. കാബേജിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സവാളയും ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും പിന്നെ 1 ടീസ്പൂൺ ഉണക്കമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു മൂടി വെച്ച് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കാബേജ് തോരനും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും കേട്ടോ. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. പിന്നെ ചോറും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്നാവും. ഇനി മീനും കൂടെ ഒന്ന് വറുത്തെടുത്താൽ പിന്നെ ലഞ്ചിൻ്റെ പണികൾ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇതൊരു വീക്ക് ഡേ എടുത്തതുകൊണ്ട് തന്നെ ഞാനും മക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഹസ്ബൻഡ് ഫുഡ് കഴിക്കാൻ വരാറില്ല. മോൻക്കുള്ളതും പിന്നെ മോൾക്ക് ഞാൻ വാരിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് കഴിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി വെച്ചിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ മോൾക്ക് വാരിക്കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതിൽ തന്നെ കഴിക്കുകയാണ് ചെയ്യാറ്. എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും. പിന്നെ ചോറ് കഴിച്ചതിന് ശേഷം ക്ലീനിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ഹസ്ബൻഡിനും എനിക്കും മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഉണ്ണിയപ്പം. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറേ നേരം വെക്കൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ റവ, പിന്നെ കരിഞ്ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്, 1 നുള്ളു ഉപ്പ്, ഏലക്കാപ്പൊടിയും എല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വറുത്ത റവ ഒന്നുമില്ല കേട്ടോ എടുത്തിട്ടുള്ളത്, വറുക്കാത്ത റവ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ശർക്കരപ്പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചൂട് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1.5 കപ്പ് ശർക്കരപ്പാനി, പിന്നെ ബാക്കി നല്ല ചൂട് വെള്ളം കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചേർക്കുമ്പോൾ തന്നെ മൊത്തത്തിലായിട്ട് ചേർത്ത് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ ഇഡ്ഡലിക്കെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഏകദേശം നമുക്ക് അങ്ങനെയാണ് കേട്ടോ കിട്ടേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഇനി ഞാനിവിടെ പകുതി ചിക്കുറ്റപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ റോബസ്റ്റ പഴം ആണ് കയ്യിലുള്ള വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചെറുപഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
ഗോതമ്പൊടിയും റവയും അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ നെയ്യിൽ തേങ്ങാക്കൊത്തും കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ ചില ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരച്ച് കുറേ നേരം വെക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒന്നും ഇത് ആവശ്യമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇനി ഉണ്ണിയപ്പം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ ഈ ഒരു പാകത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. എണ്ണക്ക് ചൂടായി വന്നിട്ടുണ്ട്. നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു സൈഡ് കുക്കായി വരുമ്പോൾ ഫ്ലിപ്പ് ചെയ്തിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പഴമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഗോതമ്പ് പൊടിയാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് ഇല്ലയെന്ന് കരുതണ്ട കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇനി ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഉണ്ണിയപ്പമൊക്കെ റെഡി ആയപ്പോഴേക്കും ഹസ്ബൻഡ് വന്നു. അങ്ങനെ പിന്നെ ചായ ഒക്കെ എടുക്കുകയാണ്. പിന്നെ അന്ന് മോൻക്ക് കരാട്ടയുള്ള ദിവസമായിരുന്നു കേട്ടോ. ഇപ്പോൾ കരാട്ടയൊക്കെ ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ കരാട്ട അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ വീക്കെൻഡിൽ പുറത്തിറങ്ങിയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ ഞാൻ ബാക്കി ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഐക്യയുടെ അടുത്തുള്ള ഒരു ഔട്ട്ലെറ്റിലാണ് വന്നിട്ടുള്ളത്. ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിലാണ് വന്നിട്ടുള്ളത്. അന്ന് അവിടെ സൂപ്പർ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദുബൈയിൽ ഒരു 3 ദിവസം സൂപ്പർ സെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില ഷോപ്പിംഗ് സെൻറ്റേഴ്സിലൊക്കെ ഇതുപോലെ ഇങ്ങനെ സെയിൽ ഉണ്ടായിരുന്നു. ഇത് ഏകദേശം ഐക്യ സ്റ്റോർ പോലെ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലും ഹാർഡ്വെയർ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളതെന്നാണ്. പിന്നെ ഐക്യയുടെ അത്ര കളക്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഈ കുക്ക് വെയർസിനെല്ലാം ഓഫർ പ്രൈസാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എങ്കിൽ കൂടിയും അത്യാവശ്യം റേറ്റുള്ള പോലെയാണ് തോന്നിയത്. ഇതെല്ലാം വോൾ സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഞാൻ കാരിഫോറിൽ 10 ദിർഹംസിനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പ് ബാസ്ക്കറ്റ് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഒരു ടൈപ്പ് കാണാത്തതുകൊണ്ട് പിന്നെ ഞാനിവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഐക്യയിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. വീക്കെൻഡും സെയിലൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെടികൾക്ക് വലിയ റേറ്റ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നോർമൽ പോലെ തന്നെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന പോട്ട്സിനൊക്കെ കുറച്ച് പ്രൈസ് കുറവുണ്ട് കേട്ടോ. 1250 650 ഒക്കെ വരുന്നുള്ളൂ. പിന്നെ ഈ കാണുന്നതെല്ലാം പല വെറൈറ്റിയിലുള്ള ഗ്രാസ് കാർപ്പറ്റാണ് കേട്ടോ. നമ്മൾ ഇൻഡോറിൽ അല്ലെങ്കിൽ ബാൽക്കണിലൊക്കെ വിരിക്കുന്ന ഒരു ഗ്രാസ് കാർപ്പറ്റാണ്.
ഉള്ളിൽ മാത്രമല്ല കേട്ടോ, ഇതുപോലെ പുറത്ത് ഗാർഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെയും ഒരുപാട് പോട്ട്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നൂന് നെക്ക് പില്ലോ വേണമെന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഐക്യയിലോട്ടാണ് പോയത്. ഞാൻ പറഞ്ഞിരുന്നില്ല, ഐക്യതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ വേറൊരു വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.